മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും. വിവരങ്ങൾ വരുമ്പോൾ പോലീസ് ഡാം ഇത് താണ്ടെ പിണറായി പോലീസ്. പിണറായിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ ആരെങ്കിലും പെടുത്തിയാണെങ്കിലും രക്ഷപ്പെടുത്തും. ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ നീക്കം. കുറ്റം ട്രാക്ടർ ഡ്രൈവറുടെ മേൽ ചുമത്തി. ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. പമ്പ പോലീസാണ് കേസെടുത്തത്. MR അജിത് കുമാറിനെ കുറിച്ച് FIR-ൽ പരാമർശിച്ചിട്ടില്ല. അതെ, ആ ഡ്രൈവർ അദ്ദേഹത്തെ നിർബന്ധിച്ച് കയറ്റുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സർക്കാർ പറയുന്നതും. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് നമ്മുടെ സിസ്റ്റത്തിനുള്ളത്. ഇതിനിടയിൽ തൃശൂർ പൂരം കലക്കിയതിൽ ADGP അജിത് കുമാറിന്റെ ഗുരുതര വീഴ്ചയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒറ്റ സെറ്റിൽമെന്റ് ആവും ഇനി ഉണ്ടാവുക. അലക്ഷ്യമായി ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചെന്നും ഹൈക്കോടതി വിധി ലംഘിച്ച് ട്രാക്ടറിൽ ആളെ കയറ്റിയതുമാണ് കേസിൽ പറയുന്നത്. പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലാണ് അജിത് കുമാർ യാത്ര ചെയ്തത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ട്രാക്ടർ ഉടമ. പോലീസ് സേനാംഗമാണ് ട്രാക്ടറിന്റെ ഡ്രൈവർ. ഇദ്ദേഹത്തിനെതിരെ മോട്ടോർ വാഹന നിയമങ്ങൾ പ്രകാരവും കുറ്റം ചുമത്തി. സംസ്ഥാനത്തെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ ട്രാക്ടർ ഡ്രൈവറായ സാധാരണ പോലീസുകാരൻ നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റി സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയതാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ADGPയുടെ ട്രാക്ടർ യാത്ര ദൗർഭാഗ്യകരമാണെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് വ്യക്തമാക്കുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അജിത് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്ന ദേവസ്വം ബെഞ്ച് ചോദിച്ചു. ട്രാക്ടർ യാത്ര ചട്ടവിരുദ്ധമാണെന്നാണ് സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കർശന നിർദ്ദേശം മറികടന്നാണ് പോലീസിന്റെ ട്രാക്ടറിൽ അജിത് കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ദർശനത്തിന് പോയത്. ഏറെക്കാലം ശബരിമലയുടെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGP അജിത് കുമാർ. നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് MR അജിത് കുമാർ പമ്പയിലെത്തിയത്. തുടർന്ന് പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോവുകയായിരുന്നു. ദർശനം നടത്തി അടുത്ത ദിവസം വീണ്ടും ട്രാക്ടറിൽ മലയിറങ്ങി. അപകട സാധ്യത മുൻനിർത്തി ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ. തീർത്ഥാടനത്തിനായി നട തുറന്നിരിക്കുമ്പോൾ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചരക്കു നീക്കത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ട്രാക്ടർ കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്ന ഉപയോഗിച്ച ADGP ഇപ്പോൾ സൽപുത്രനായി നിൽക്കുകയാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും യാത്ര ചെയ്യരുതെന്നും അത് നിയമവിരുദ്ധമാണെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 2021 ട്രാക്ടർ യാത്രയ്ക്ക് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതൊക്കെ ചരക്കുകൾ ഏതൊക്കെ സമയങ്ങളിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്തണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ മറ്റാരും പോകരുതെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലും ട്രാക്ടർ വഴി യാത്ര ചെയ്തതെന്നും ഉത്തരവുണ്ട്. എന്നാൽ ഇവ ലംഘിച്ച ADGP യാത്ര നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി മല ഇറങ്ങുന്നതും ട്രാക്ടറിലായിരുന്നു. CCTV ഇല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്ത് അവസാനം CCTV ഉള്ള സ്ഥലത്ത് ഇറങ്ങുകയായിരുന്നു. പിന്നാലെ ഇത് വിവാദമാവുകയുമായിരുന്നു. എന്തായാലും വിജിലൻസിനും തൃശൂർ പൂരത്തിനും പിന്നീട് ഇപ്പോൾ ശബരിമലയ്ക്കും ADGP അജിത് കുമാർ എന്തായാലും തിളങ്ങി നിൽക്കുകയാണ്. പിണറായി അല്പമൊന്ന് വിയർക്കും ഇപ്പോൾ.